എൻ്റെ പേര് മാർട്ടിൻ എന്നാണ്. നടി ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയായിട്ട് തന്നെ 5 കൊല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ബെയിൽ എനിക്ക് കിട്ടി. ഞാൻ പുറത്തിറങ്ങിയത് ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങൾ, നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയാം. അതിൻ്റെ പേരിൽ മാത്രം ഇത്രയും നാളെ എന്നെ ജയിലിലിട്ടായിരുന്നത്. നടൻ ലാലും, ഡയറക്ടർ ശ്രീകുമാർ മേനോനും, നടി മഞ്ജു വാര്യറും, രമ്യ നമ്പീശനും ചേർന്ന് ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. അങ്ങനെ നടിയെ ആക്രമിച്ച കേസിലെ രണ്ടാം പ്രതിയായ മാർട്ടിൻ ചില വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അഡ്വക്കേറ്റ് സംഗീത ലക്ഷ്മണയുടെ ചാനലിലൂടെയാണ് ഈ വെളിപ്പെടുത്തൽ പുറത്തു വന്നത്. നടി ആക്രമിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ദിവസം എന്താണ് സംഭവിച്ചതെന്ന് തന്റെ വേർഷനിലൂടെ മാർട്ടിൻ പറയുന്നുണ്ട്. അതൊന്ന് കാണേണ്ടത് തന്നെയാണ് മക്കളെ. നമുക്ക് എന്തായാലും ഇവിടുത്തെ മാർട്ടിന്റെ വേർഷൻ ഒന്ന് കണ്ടുനോക്കാം. എൻ്റെ പേര് മാർട്ടിൻ എന്നാണ്. നടി ആക്രമിച്ച കേസിൽ രണ്ടാം പ്രതിയായിട്ട് തന്നെ 5 കൊല്ലത്തോളം റിമാൻഡ് ചെയ്തിട്ടായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതി ബെയിൽ എനിക്ക് കിട്ടി. ഞാൻ പുറത്തിറങ്ങിയത്. ഓക്കെ, അപ്പൊ ഇവന് റിമാൻഡിലായിരിക്കുന്ന സമയത്ത് ബെയിൽ കിട്ടി പുറത്തിറങ്ങിയപ്പോഴാണ് ഈ വീഡിയോ ചിത്രീകരിച്ചത് അല്ലേ? ഇപ്പൊ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം വിചാരണ പൂർത്തിയായി, ആൾക്ക് ജീവപര്യന്തവും കിട്ടി. അങ്ങനെ നോക്കുമ്പോൾ ഈ വീഡിയോ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ചിത്രീകരിച്ച വീഡിയോ ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ ഇത് പുറത്തു വരുന്നത് ഇപ്പോഴാണെന്ന് മാത്രം. എന്തോ ആയിക്കോട്ടെ, നമുക്ക് എന്തായാലും പുള്ളിക്കാരന്റെ വേർഷൻ എന്താണെന്നുള്ളത് കണ്ടുനോക്കാം. ഈ കേസുമായി ബന്ധപ്പെട്ട യഥാർത്ഥ സത്യങ്ങൾ, നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിലെ യഥാർത്ഥ സത്യങ്ങൾ എനിക്കറിയാം. ശരി, അങ്ങനെയെങ്കിൽ നടൻ ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസിന്റെ യഥാർത്ഥ സത്യങ്ങൾ എന്തൊക്കെയാണെന്ന് അങ്ങോട്ട് വിളമ്പിക്കട്ടെ. ഇവന് ഈ വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ ഇവർ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കാൻ പോകുന്നത് എന്ന്. എന്തായാലും നിനക്ക് പറയാനുള്ളത് പറഞ്ഞാട്ടെ മോനെ. എനിവേ, ഇവൻ ഇനി അങ്ങോട്ട് പല സ്ഥലങ്ങളിലും ആക്രമിക്കപ്പെട്ട നടിയുടെ പേര് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ഞാൻ ആ പേര് പറയുന്ന ഭാഗങ്ങളെല്ലാം മ്യൂട്ട് ആക്കുന്നുണ്ട് കേട്ടോ. എവിടൊക്കെ വന്ന് നടിയുടെ പേര് പറയുന്നുണ്ട് അവിടേക്ക് ഞാൻ ആ പേര് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ മ്യൂട്ട് ചെയ്യുന്ന ഭാഗം നിങ്ങളുടെ നടിയുടെ പേരാണെന്നുള്ള രീതിയിൽ ഫില്ല് ചെയ്ത് വായിച്ചോളണം. എന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ബാക്കി കേട്ടോക്കാം. അതിന്റെ പേരിൽ മാത്രം ഇത്രയും നാളെ എന്നെ ജയിലിലിട്ടായിരുന്നത്. നടൻ ലാലും, ഡയറക്ടർ ശ്രീകുമാർ മേനോനും, നടി മഞ്ജു വാര്യറും, രമ്യ നമ്പീശനും ചേർന്ന് ദിലീപിനെ ചതിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ് ഈ കേസ്. വണ്ടിയിൽ നടീനെ ആക്രമിച്ചു എന്ന് പറയപ്പെടുന്നത് വെറുതെ പറയുന്നത്. തൃശ്ശൂർ നടിയുടെ വീട്ടിൽ നിന്ന് തുടങ്ങി നടൻ ലാലിൻ്റെ വീട് വരെ ഞാനാണ് വണ്ടി ഓടിച്ചായിരുന്നത്. ഇതിൻ്റെ ഇടയിൽ എറണാകുളം നടൻ ലാലിൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞതനുസരിച്ച് നടൻ ലാലും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിയും ലാലിൻ്റെ അളിയൻ പ്രൊഡ്യൂസറും ഉണ്ടായിരുന്നു. ഇവർ ഇത്രയും പേരുടെ നേതൃത്വത്തിൽ ലാലിൻ്റെ വീട്ടിൽ നിന്നാണ് എന്നെ XCV വണ്ടിയിൽ നടിയുടെ വീട്ടിൽ പോയി കൊണ്ടുവരണം. പോരാത്തതിന് നടി എന്തെങ്കിലും സഹായം ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്തു കൊടുക്കണം എന്നും പറഞ്ഞു. പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പറഞ്ഞു, നടിക്ക് നിൻ്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ മൊബൈൽ അവൾക്ക് ഉപയോഗിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞായിരുന്നു. പിന്നെ നടിയുടെ അമ്മയുടെ നമ്പർ എനിക്ക് തന്നിട്ട് പറഞ്ഞു, പാലിയേക്കര ടോൾ കഴിഞ്ഞതിന് ശേഷം മാത്രം നടിയുടെ വീട്ടിലേക്ക് അമ്മേനെ വിളിച്ചിട്ട് വീട്ടിലെ വഴി വെച്ച് പോയാൽ അതെന്നും പറഞ്ഞ് ഫോൺ നമ്പർ തന്നെ എന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടാറ്. ശരി, അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ഇവിടെ ലാലാണ് എല്ലാത്തിനും മാസ്റ്റർ മൈൻഡ് എന്നാണ് ഇവിടെ മാറ്റം പറഞ്ഞു വെക്കുന്നത് അല്ലേ? അതായത് ലാലും സംഘവും എങ്ങനെ ദിലീപിനെ തകർക്കാം എന്നിങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് മാർട്ടിൻ ഇവരുടെ ഇടയിലേക്ക് ചെന്നുപെടുന്നത്. അതോടെ ലാൽ എന്ത് ചിന്തിച്ച്, എന്നാ പിന്നെ ഇവിടെ മാർട്ടിനെ നമുക്ക് കരവാക്കി കളയാം, ദിലീപിനെ തകർക്കാൻ മാർട്ടിനെ തന്നെ അങ്ങ് കൂട്ടിക്കളയാം എന്ന് ലാലങ്ങ് വിചാരിച്ച്. ഈ മാർട്ടിൻ എന്ന് പറയുന്നത് വെറും ഇവരുടെ ഡ്രൈവർ ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. എന്തായാലും അതോടെ ചില മിഷനുകൾ ഇവർ മാർട്ടിനെ ഏൽപ്പിക്കുകയാണ്. നടിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം, നടിക്ക് ഫോൺ കൊടുക്കണം, നടി പറയുന്നിടത്ത് നടിയെ കൊണ്ട് ചെന്നാക്കണം, എക്സെട്ര എക്സെട്ര. അങ്ങനെ പിടിപ്പതും പണിയായിരുന്നു മാർട്ടിന്. എന്തിനായിരുന്നു? മലയാള സിനിമയിലെ രാജാവിനെ തകർക്കാൻ വേണ്ടിയിട്ട്. ഇത് നടക്കുന്നത് 2017 ആ സമയത്ത് ദിലീപ് എന്ന് പറയുന്നത് മലയാള സിനിമയുടെ രാജാവാണല്ലോ. എന്തുകൊണ്ടും ദിലീപ് മലയാള സിനിമയെ അടക്കി വാണുകൊണ്ടിരുന്ന ഒരു സമയമായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ തകർക്കാൻ വേണ്ടി വലിയൊരു ഓപ്പറേഷനുമായി ഇറങ്ങിയതായിരുന്നു ലാലും സംഘവും. ആ വലിയ ഓപ്പറേഷന് വേണ്ടി ഇവർ കരുവാക്കിയത് വെറും ഒരു പീറ ഡ്രൈവർ ആയിട്ടുള്ള മാർട്ടിനെ. എന്തായാലും കഥയിലെ ലോജിക്ക് എന്തായാലും ബാക്കി കേട്ടോക്കാം. ഞാൻ അവിടെ ലാലിൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4:30-5 മണി ടൈമിൽ ഇറങ്ങി പാലിയേക്കര അവർ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോകണമെന്നതിൻ്റെ ഇടയ്ക്ക് ഇവർ ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ചായിരുന്നു. ഇതിനുശേഷം പാലിയേക്കര ടോൾ എത്തിയതിനു ശേഷം നടിയുടെ വീട്ടിലേക്കുള്ള വഴി എനിക്കറിയാത്ത കാരണം വിളിച്ച് ചോദിച്ച് വഴി അന്വേഷിച്ച് ഞാൻ ചെന്നു. നടിയുടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും ഗേറ്റ് തുറന്നിട്ടുണ്ടായിരുന്നു. എന്നോട് വണ്ടി ഉള്ളിൽ കയറ്റിടാൻ പറഞ്ഞു. അവിടെ ഫ്രണ്ടിൽ നിൽക്കണ്ടായിരുന്നു ഫോണും പിടിച്ച്. അത് കഴിഞ്ഞ് വണ്ടി അവരെ കാർ പോർച്ചിൽ കയറ്റിടാൻ പറഞ്ഞു. ഞാൻ വണ്ടി കാർ പോർച്ചിൽ കയറ്റിട്ട് വണ്ടി ഓഫാക്കി നിന്നപ്പോഴത്തേക്കും അവനയുടെ അമ്മ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. നടി വന്ന് വണ്ടിയുടെ സൈഡിൽ ഡോറിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ തട്ടിയിട്ട് വണ്ടി ഡോർ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞു. ഓപ്പൺ ചെയ്തു. മാർട്ടിൻ എന്നല്ലേ നിൻ്റെ പേര്? എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ഡ്രൈവറാണ് വിടുന്നുണ്ടെന്നും പറഞ്ഞ്. ഞാൻ പറഞ്ഞു അതേ ലാൽ ക്രിയേഷനിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞപ്പോൾ നടി വണ്ടിയിലേക്ക് കയറി എന്നിട്ട് പറഞ്ഞു വേറെ എന്തെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ മേഡത്തിന് തന്നെ അനൂപ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ അന്ന് മാർട്ടിൻ ആ പറഞ്ഞതനുസരിച്ച് ഫോണും തരാൻ പറഞ്ഞു. എൻ്റെ ഫോൺ ഞാൻ കൊടുത്തു. ഇത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ഗ്ലാസ് എല്ലാം കയറ്റിട്ടിട്ട് മാർട്ടിൻ കുറച്ച് നേരം ഒന്ന് പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞു. നടി പറഞ്ഞതനുസരിച്ച് ഞാൻ നടിയുടെ വീട്ടിൽ വെച്ച് തന്നെ വീടിൻ്റെ പുറത്തിറങ്ങി നിന്നു. അത് കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂറോളം നടി ഉള്ളിൽ നിന്ന് ഫോണിൽ സംസാരിക്കണ്ടായി. എന്താ സംസാരിച്ചതെന്നൊന്നും എനിക്കറിയില്ല. ഇത് കഴിഞ്ഞതിന് ശേഷം എന്നോട് ഗ്ലാസ്സുമ്പോൾ കൊട്ടിയിട്ട് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ വണ്ടി കയറിയപ്പോൾ നടിയോട് പറഞ്ഞു വണ്ടി ഓഫ് ചെയ്ത് മാറ്റി ഞാൻ പോയി ഡ്രസ്സ് മാറിയിട്ട് വരാം, നമുക്ക് എറണാകുളത്തേക്ക് പോകാമെന്ന് ആദ്യം പറഞ്ഞത്. എറണാകുളത്തേക്ക് പോകാമെന്ന് പറഞ്ഞു. നടി എൻ്റെ ഫോണും പിടിച്ചുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്തേക്ക് കയറിപ്പോയി.
ഇത് കഴിഞ്ഞ് ഏകദേശം ഒരു അരമണിക്കൂർ മേലെ എടുത്തു വീട്ടിൽ നിന്ന് ഇറങ്ങാനായിട്ട് 2 കളർ ബാഗ് ഉണ്ടായിരുന്നു. ഒരു ബ്ലാക്ക് കളർ ബാഗും ഒരു റെഡ് കളർ ബാഗും. ഈ റെഡ് കളർ ബാഗിൽ പൈസയായിരുന്നു. കുറച്ച് പൈസയെ പോകുന്ന വഴിക്ക് അത്താണിയിൽ വെച്ച് എൻ്റെ സുഹൃത്തുക്കൾ വരും, അവർക്ക് കൊടുക്കാനെന്ന് പറഞ്ഞു. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണ സിഗ്നലിൻ്റെ അവിടെ വെച്ച് ശരി എന്ന് പറഞ്ഞു. ആ വണ്ടിയിൽ എടുത്ത് കയറ്റി വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കയറ്റി വെച്ചു. നടി എൻ്റെ ഒപ്പം പിറകിലെ സീറ്റിൽ വണ്ടിയിൽ കയറി. അത് ശരി. അപ്പൊ ചുരുക്കി പറഞ്ഞാണെങ്കിൽ നടി ഒരു അധോലോകമാണെന്ന് അർത്ഥം. മാർട്ടിനോട് കാറിൽ നിന്ന് പുറത്തിറങ്ങി നിൽക്കാൻ പറയുന്നു. മാർട്ടിനെ ഫോൺ വാങ്ങി ആരൊക്കെയോ കോള് ചെയ്യുന്നു. അതിനുശേഷം അകത്ത് പോയി 3-4 ബാഗ് എടുത്ത് കൊണ്ടുവരുന്നു. എന്തിനാണ്? ദിലീപിനെ തകർക്കാൻ വേണ്ടിയിട്ട്. ഒരു അധോലോക ഗൂഢാലോചന തന്നെ അല്ലേ? എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. ഇത് കഴിഞ്ഞ് വണ്ടി അവിടെ നിന്ന് എടുത്തു. ഈ സമയത്തൊന്നും എൻ്റെ ഫോൺ എൻ്റെ തന്നെ ഇല്ല, നടിയുടെ കയ്യില്ല. പോരുന്ന വഴിക്ക് നടി ഒരുപാട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. 3 ഫോൺ നടിയുടെ കയ്യിൽ വേറെ ഉണ്ടായിരുന്നു. ഈ ഫോണിൽ നിന്ന് മാറി മാറി സംസാരിക്കണ്ടേ. പിന്നെ വീണ്ടും എന്നോട് പറഞ്ഞു നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് തിരിയണ സിഗ്നലിൽ അവിടെ എത്തിക്കഴിയുമ്പോൾ എന്നോട് പറയണം, എൻ്റെ സുഹൃത്തുക്കൾ അവിടെ വന്നിട്ടുണ്ട്, അവരൊന്ന് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നടി പറഞ്ഞതനുസരിച്ച് വരുന്നതിൻ്റെ ഇടയിൽ പിന്നെ പയ്യെ പോയാൽ മതി എന്ന് എന്നോട് പറഞ്ഞായിരുന്നു. വരുന്നതിൻ്റെ ഇടയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് സിഗ്നലിൽ അവിടെ വെച്ച് വണ്ടി നിർത്താൻ പറയണമെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു സിഗ്നലിലെത്തി കഴിഞ്ഞപ്പോൾ അവിടെ 2 വണ്ടിയിൽ, ഒരു ഇന്നോവയിലും ഒരു സ്വിഫ്റ്റ് ഡിസൈർ കാറിലും 2 വണ്ടി അവിടെ വന്ന് കിടക്കണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡിലായിട്ട്. വണ്ടി പാർക്ക് ലൈറ്റ് ഡോൺ ആക്കി അവിടെ നിർത്തിയായിരുന്നത്. കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സാണ്, അവർ ആ വണ്ടിയുടെ അവിടെ ചവിട്ടി നിർത്താൻ പറഞ്ഞു. അപ്പോഴത്തേക്കും വണ്ടി പയ്യെ സ്ലോ ആക്കിയായിരുന്നു. ഞാൻ ലെഫ്റ്റ് സൈഡ് ചവിട്ടി ഒതുക്കി നിർത്തി കഴിഞ്ഞപ്പോൾ ആ സ്വിഫ്റ്റ് കാറിൽ നിന്ന് 3 പേര് ഇറങ്ങി വന്നായിരുന്നു. 3 പേര് ഇറങ്ങി വന്നിട്ട് 2 പേര് വണ്ടി കയറി സൈഡിൽ. അപ്പം എൻ്റെ സൈഡിലേക്ക് നീങ്ങിയിരുന്നു. എൻ്റെ സുഹൃത്തുക്കളാണ് എന്നോട് പറഞ്ഞു. പിന്നെ നടിയാണ്, അതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചോദിക്കാനൊന്നും നിന്നില്ല. അവർ പറയുന്നതനുസരിച്ച് ആ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ ജോലിക്കാരനാണ്. അവർ സൈഡിലേക്ക് കയറിയിരുന്നു. എന്നോട് പറഞ്ഞു ഈ റെഡ് കളർ ബാഗ് എടുത്ത് ആ വണ്ടിയിൽ കൊണ്ടുകൊടുക്കാൻ പറഞ്ഞു, ഫ്രണ്ടിൽ കിടക്കണം സ്വിഫ്റ്റിലേക്ക്. ഞാൻ ഈ റെഡ് കളർ ബാഗ് എടുത്തുകൊണ്ട് സ്വിഫ്റ്റിൻ്റെ ഡിക്കി തുറന്നിട്ടുണ്ടായി, അതിലേക്ക് വെച്ച വഴി വണ്ടി 2 എടുത്ത് പോയി. എവിടെയെന്ന് പറഞ്ഞ് വണ്ടി എടുത്ത് പോയി. പിന്നെ നടൻ ലാലിൻ്റെ മകൻ ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായിരുന്നു. ഇവർ 2 പേരും ആ സമയത്ത് വണ്ടിയിൽ കയറിയ. അത് കഴിഞ്ഞ് അവരായിട്ട് സംസാരിച്ചു. അത് ഞാൻ ഈ ബാഗ് വെച്ചുകൊണ്ട് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വണ്ടി കയറിക്കോളാൻ പറഞ്ഞു. വണ്ടി കയറി. വണ്ടി വൈറ്റിലേക്ക് എടുക്കാൻ ആദ്യം പറഞ്ഞത്. വൈറ്റിലേക്ക് എടുത്ത് വണ്ടി വൈറ്റിലേക്ക് എടുക്കണതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു ഇത് എൻ്റെ സുഹൃത്തുക്കളാന്ന് പറഞ്ഞു. അപ്പോൾ നടൻ്റെ മകൻ ലാലിൻ്റെ മകൻ ജീനെയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറിനെ എനിക്കറിയാം. ഞാൻ കണ്ടിട്ടുണ്ട് അവിടെ ലാലിൻ്റെ സ്റ്റുഡിയോയിലോട്ട്. വലിയ ബന്ധമില്ല, അവിടെ വർക്കുമായി ബന്ധപ്പെട്ട് കണ്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് വണ്ടി എടുത്ത് എടപ്പള്ളിക്ക് എത്തണേൻ്റെ ഇടയ്ക്ക് വണ്ടി ഇവർ സംസാരിച്ചു. നടി മഞ്ജു വാര്യരുടെ ബോംബെയിലെ ഫ്ലാറ്റിൻ്റെ സെയിൽ എന്തായെന്ന് ചോദിച്ചു എന്നോടല്ല, ഇവർ തമ്മിൽ എന്നോട് ചോദിക്കണം. അപ്പോൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് നടക്കും, നമ്മൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ റെഡിയാകാണെങ്കിൽ എന്ന് പറഞ്ഞ് അവർ നിർത്തി. ഇത് കഴിഞ്ഞ് പാലാരിയുടെ പൈപ്പ് ലൈൻ എടപ്പള്ളി, എനിക്ക് കുറച്ച് ക്ലിയർ ആകുന്നില്ല, ഓർമ്മ വന്നില്ല. ശരി, അങ്ങനെ ഓർമ്മ വരാതിരിക്കാൻ പാടില്ല. പാലാരിവട്ടാണോ എടപ്പള്ളിയാണോ? നീ തെളിച്ചു പറ. സ്ഥലങ്ങൾ ഇങ്ങനെ മാറിപ്പോകല്ലോ മോനെ. ആളുകൾ മാറിയാലും സ്ഥലങ്ങൾ മാറിപ്പോകരുത്. എന്നാൽ ആളുകൾ നീ പറയുന്ന കഥകൾ വിശ്വസിക്കത്തുള്ളൂ. അതുകൊണ്ട് സ്ഥലങ്ങളൊക്കെ കൃത്യമായിട്ട് അങ്ങ് പറഞ്ഞേ കേട്ടോ. എന്തായാലും നല്ല രസമുണ്ട് കേട്ടോ കേട്ടിരിക്കാൻ. ഞാൻ ഇവന്റെ ഈ കഥകളൊക്കെ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നത് ഇവന്റെ കണ്ണാണ്. ഇങ്ങനെ മൂവ് ചെയ്ത് കളിക്കുന്നുണ്ട് അല്ലേ? ഇവരെന്തോ പഠിച്ച് പറയുന്ന പോലെയാണ് എനിക്കത് കണ്ടപ്പോൾ തോന്നിയത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ തുടർന്ന് അങ്ങോട്ട് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. എന്തായാലും നിങ്ങൾക്ക് പറയാനുള്ള ബാക്കി കേട്ടു വെക്കാം. എടപ്പള്ളി വൈറ്റിലേക്ക് തിരിയാണ് അവിടെ വെച്ച് വണ്ടി വൈറ്റിലേക്ക് തിരിക്കാൻ പറഞ്ഞു. വൈറ്റിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പാലാരിയുടെ പൈപ്പ് ലൈനിൻ്റെ അവിടെ വെച്ച് ഒരാളവിടെ ടൗലും കെട്ടി നിൽക്കണ്ടായിരുന്നു. മുഖത്തൊരു ടൗലും കെട്ടി വണ്ടി സൈഡാക്കാൻ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു മാർട്ടിൻ ഇവിടെ ഇറങ്ങിക്കോ, അവിടെ നിന്ന് വണ്ടി അവരെടുത്തോളൂ പറഞ്ഞു. ആ കയറിയ വ്യക്തിയാണ് ഇപ്പോൾ പൾസർ സുനി എന്ന് പറഞ്ഞ ഈ കേസിൽ 1-ാം പ്രതിയായിട്ടുള്ളത്. അപ്പോഴാണ് ഞാൻ അയാളെ കാണുന്നത്. നടൻ ലാലിൻ്റെ കൂടെ പേഴ്സണൽ ഡ്രൈവറായിട്ട് അയാളെ ഞാൻ 2-3 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒരു ബന്ധം ഞാൻ അയാളും തമ്മിലില്ല. ലാൽ ക്രിയേഷനിൽ വർക്ക് ചെയ്യണതാണ് ഈ പൾസർ സുനി എന്ന് പറഞ്ഞു. അച്ചോടാ പാവം. അപ്പോഴാണ് പൾസർ സുനിനെ കാണുന്നത് അല്ലേ? അതിനു മുമ്പ് പൾസർ സുനിയുമായി ഒരു മുൻ പരിചയം പോലും മാർട്ടിൻ ഇല്ല എന്നുള്ളതാണ്. മുമ്പ് എവിടെയോ ലാൽ ക്രിയേഷനിൽ വെച്ച് ഒരു മിന്നായം പോലെ പൾസർ സുനിനെ കണ്ടിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ എവിടെയും പൾസർ സുനിനെ കണ്ടിട്ടില്ല കേട്ടോ എന്നാണ് മാർട്ടിൻ പറയുന്നത്. എന്തായാലും ഇതെല്ലാരും വിശ്വസിക്കണം കേട്ടോ. ഞാനും വിശ്വസിച്ചു. ഇനി ബാക്കി പറഞ്ഞാട്ടെ. ഇത് കഴിഞ്ഞാൽ അവിടെ നിന്ന് അനൂപും ഈ പൾസർ സുനിയും പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ജീനും പൾസർ സുനിയും ഇവരും 3 പേരും വണ്ടി എടുത്ത് പോയി. എന്നോട് പറഞ്ഞു പിറകിലൊരു വണ്ടിയുണ്ട്, അത് നമ്മുടെ വണ്ടിയാണ്, മാറ്റി അതിൽ കയറി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യും, ഞങ്ങൾക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇവർ വണ്ടി എടുത്ത് പോയി. പിറകിലുള്ള വണ്ടിക്കാരെ ഫോൺ അടിച്ചപ്പോൾ ഞാൻ അതിൽ കയറി. ഒരു കാരവാൻ വണ്ടിയായിരുന്നു എന്നാണ് എൻ്റെ കണക്കൂട്ടിലത്. അതിൽ TV ഫെസിലിറ്റികളൊക്കെ ഉണ്ടായി, കിടക്കാനുള്ള ബെഡ്, വാഷ് ബേസിൻ, മറ്റേ മുഖം നോക്കണ മിററൊക്കെ ഉണ്ടായിരുന്നു വണ്ടിയിൽ. പിന്നെ ഭയങ്കര സൗണ്ടിൽ പാട്ടും വെച്ചിട്ടുണ്ടായി, കളർ ലൈറ്റുകളും ഉണ്ടായിരുന്നു. അതിൽ ഡ്രൈവർ ഫോൺ അടിച്ച് വണ്ടി കയറാൻ പറഞ്ഞു. ഞാൻ വണ്ടി കയറി. ഇത് കഴിഞ്ഞ് ഏകദേശം കുറേ നേരം കറങ്ങിയതിന് ശേഷം 1 മണിക്കൂർ മേലെ കണ്ട് കറങ്ങിയതിന് ശേഷം കാക്കനാട് ആപ്പിൾ ടവർ എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് ഉണ്ട്, അവിടെ കൊണ്ടുവന്ന് വണ്ടി എന്നോട് നിർത്തിയിട്ട് പറഞ്ഞു ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഞാൻ ഇതിൻ്റെ ഇവിടെ ഇറങ്ങാൻ എവിടേക്ക് കൊണ്ടുപോയി, എന്നാൽ എനിക്ക് ഒരു പിടിയില്ല, കാര്യങ്ങളൊക്കെ ഇങ്ങനെ അയാളോട് തർക്കിച്ച് വെച്ചാൽ നീ പറയുന്നിട്ടാണ് മാഡം അവിടെ ഉണ്ട്, ഞാൻ ഇറങ്ങിക്കോളാൻ പറഞ്ഞു. ഞാൻ വരുന്ന പ്രശ്നം ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഞാൻ ഇറങ്ങി ചെല്ലുമ്പോൾ ജീൻ പോളും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും പൾസർ സുനിയുടെയും ഏറ്റവും അറ്റത്ത് അവനിരിക്കുന്ന അതിൻ്റെ സൈഡിൽ പൾസർ സുനി ഇരിക്കുന്നത്, അതിൻ്റെ അപ്പുറത്ത് ജീനും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അനൂപും ഉണ്ടായി. അവർ 2 പേരും ഇറങ്ങി നേരിടുന്നു. അവനയുടെ പുറത്ത് കൈയിട്ട് ഇങ്ങനെ ഇരിക്കാറുന്നു പൾസർ സുനി ആ സമയത്ത്.
ഇത് കഴിഞ്ഞ് എന്നെ കണ്ടപ്പോൾ ഏറ്റവും നേരെ എന്നിട്ട് ഡ്രസ്സ് ഇങ്ങനെ നേരെ ആക്കിയിട്ടു. ഇത് കഴിഞ്ഞ് എന്നോട് പറഞ്ഞു വണ്ടി കയറാൻ പറഞ്ഞു. അത് ശരി. അതിനിടയിൽ അങ്ങനെയൊക്കെ സംഭവിച്ചതല്ലേ? സംഭവം മനസ്സിലായല്ലോ. അതായത് ഇവനായിരുന്നല്ലോ നടി കയറി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ആ വണ്ടിയിലേക്ക് പൾസർ സുനി കയറുന്നത്. അങ്ങനെ പൾസർ സുനി വണ്ടിക്ക് അകത്തേക്ക് കയറിയപ്പോ ഈ പറഞ്ഞ മാർട്ടിനോട് എന്താക്കി, വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞു. കുറച്ച് സമയം അവനോട് വേറെ കാരവലിൽ കയറി ഇരിക്കാൻ പറഞ്ഞു. എന്തിനായിരുന്നു? ഈ പറഞ്ഞ പൾസർ സുനിക്കും നടിക്കും തമ്മിൽ എന്തോ ഡിങ്കോളിഫിക്കേഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വിളിച്ചപ്പോ നടി ഡ്രസ്സൊക്കെ നേരെയാക്കി ഇരിക്കുന്നത് അവൻ കണ്ടു എന്നൊക്കെയാണ് അവൻ പറയുന്നത്. നീ ആ കേരളം അറിയപ്പെടുന്ന നടിയെ ഇത്രയും ഗതികെട്ടവളാക്കി മാറ്റില്ല മാർട്ടിനെ. ഒരു വാടക ഉണ്ടയുമായിട്ട് വേണം അവൾക്ക് അവളുടെ പരിപാടി നടത്താൻ അല്ലേ? ഇതൊക്കെ പറയുമ്പോ ലേശം ഒളുപ്പില്ലേ, അങ്ങോട്ട് തട്ടി വിടന്നല്ലേ. എന്തായാലും കൊള്ളാൻ മോഞ്ഞെ, നീ ബാക്കി പറഞ്ഞാട്ടെ. ഈ അനൂപും ഈ ജീൻ പോളും വണ്ടിയിൽ നിന്ന് ഇറങ്ങി എന്നോട് പറഞ്ഞു പാലാരിവട്ടത്തേക്ക് വണ്ടി എടുക്കാൻ പറയണം. ഞാൻ വണ്ടി എടുത്തു, നടി പറയുന്നതനുസരിച്ച് ഞാൻ വണ്ടി എടുത്തു. ഈ സമയത്തൊക്കെ എൻ്റെ മൊബൈലൊക്കെ ആ സമയത്തൊക്കെ അവനിടയില്ല. ഞാൻ വണ്ടി എടുത്ത് പാലാരിവട്ടത്ത് പോണതിൻ്റെ ഇടയ്ക്ക് അവർ സംസാരിച്ചു. സുനി പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഗോവയിൽ വെച്ച് പ്ലാൻ ചെയ്തോണായിരിക്കണം, ഒന്നിലൊരു മാറ്റം ഉണ്ടാകരുത്. ലാലേട്ടൻ്റെ അടുത്തും രമ്യ നമ്പീശിൻ്റെ അടുത്തും മഞ്ജുവിൻ്റെ അടുത്തും ശ്രീകുമാറിൻ്റെ അടുത്തും ഞാൻ സംസാരിച്ചിട്ടുണ്ട്, എല്ലാ സപ്പോർട്ടും അവർ ചെയ്തോളും. പിന്നെ പറഞ്ഞു എനിക്ക് അവനെ തകർക്കണം, അത്രമാത്രം വാശി എനിക്കിരിക്കുന്നുണ്ട്. സിനിമ ഫീൽഡിൽ നിന്ന് അവനെ ഔട്ടാക്കണം. എല്ലാം കഴിഞ്ഞ് അവസാനം കരഞ്ഞവൻ എൻ്റെ കാല് പിടിച്ച് വരും. ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ. ഈ കാര്യം ഈ നടി പൾസർ സുനിയോട് പറഞ്ഞു, അതും നിന്റെ മുന്നിൽ വെച്ച് അല്ലെ? ഇതൊക്കെ നമ്മൾ വിശ്വസിക്കണം അല്ലേ? എടോ, ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ ഒരു ഗൂഢാലോചന നടത്തുന്ന സമയത്ത് നമ്മൾ ആദ്യം ചെയ്യുന്ന പരിപാടി എന്തായിരിക്കും? ചുറ്റും ആരും ഇല്ല എന്ന് ഉറപ്പുവരുത്തും അല്ലെ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആരും കേൾക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തും അല്ലെ? അല്ലാതെ ഒന്നും അറിയാത്ത ഒരു ഡ്രൈവറെ മുന്നിരുത്തിയിട്ട് ഒരു അധോലോക ഗൂഢാലോചന ആരെങ്കിലും നടത്തുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇച്ചിരെങ്കിലും ഒരു കോമൺ സെൻസ്. ദിലീപിനെതിരെ ഇവന്റെ മുന്നിൽ വെച്ച് പൾസർ സുനിയും നടിയും തമ്മിൽ ഗൂഢാലോചന നടത്തി പോലും. ഈ പറയുന്നവരെ കോമൺ സെൻസ് ഇല്ല. എന്നാൽ ഇവന് കഥ ഇത് പഠിപ്പിച്ച് കൊടുത്തവനൊന്നും ഇച്ചിരി കോമൺ സെൻസ് അതില്ല. ഉള്ളത് പറയാലോ, ഇതുവരെ ഈ സ്ക്രിപ്റ്റ് അടിപൊളിയായിരുന്നു, നല്ലൊരു ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു അധോലോക സിനിമ കാണുന്ന ഒരു ഫീൽ ആയിരുന്നു. പക്ഷെ ഈ ഒരു പോച്ചനെത്തിയപ്പോ മൊത്തത്തിൽ അങ്ങ് കയ്യിൽ നിന്ന് പോയി. ഇവിടെ വേറെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വെക്കാമായിരുന്നു. നടിയും പൾസർ സുനിയും പറയുന്ന കാര്യങ്ങൾ താൻ ഒളിച്ചു കേട്ടു എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് പറഞ്ഞു വെക്കാമായിരുന്നു. അതാകുമ്പോൾ കഥ കുറച്ചുകൂടെ കൺവിൻസിങ് ആയേനെ. എന്തായാലും സ്ക്രിപ്റ്റ് റൈറ്ററിന് കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നു കേട്ടോ. എന്തായാലും ബാക്കി കേട്ടോ വെക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ പൾസർ സുനിയോട് പറയണം. പൾസർ സുനിയൊക്കെ മൂളി കേൾക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് സിനിമ ഫീൽഡിൽ നിന്ന് എനിക്ക് അവനെ ഔട്ടാക്കണം, സാമ്പത്തികമായിട്ട് തന്നെ അവനെ തകർക്കണം. എല്ലാത്തിൻ്റെ അവസാനം അവൻ എന്നുള്ള വാക്കാണ്. അതുകൊണ്ട് എനിക്ക് അവനെ തകർക്കണം. കരഞ്ഞ് എൻ്റെ അടുത്ത് വരും, കാല് പിടിച്ച്. ആ ഒരു അവസരത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കണേ. അത് ശരി. അങ്ങനെയൊക്കെ നടി പറഞ്ഞു. വല്ലാത്തൊരു നടി തന്നെ അല്ലേ? ദിലീപിനോട് എന്തൊരു അസൂയാണ് ഈ നടിക്ക്. ദിലീപിന്റെ പേര് വാഴ്ത്തപ്പെടുന്നതും ദിലീപിനെ എല്ലാരും പൊക്കി പറയുന്നതും ഈ നടിക്ക് തീരെ അങ്ങ് പിടിക്കില്ല പോലും. എന്നാ പിന്നെ ദിലീപിനെ അങ്ങ് തകർത്ത് കളയാമെന്ന് ഈ നടിയെങ്കിൽ വിചാരിച്ച്. വല്ലാത്തൊരു അസൂയും കുശുമ്പും തന്നെ അല്ലേ? മനുഷ്യന്മാരായി കഴിഞ്ഞാൽ എത്ര അസൂയും കുശുമ്പും പാടില്ല. ദിലീപ് കരഞ്ഞ് തന്റെ കാല് പിടിക്കണം എന്നൊക്കെ ചിന്തിക്കാന്ന് പറഞ്ഞ ഹോ, വല്ലാത്തൊരു മനുഷ്യത്തെ ഇഷ്ടം. ബാക്കി പറഞ്ഞാട്ടെ എന്നൊക്കെ ഒരുപാട് പേര് സംസാരിച്ചു. പിന്നെ പറഞ്ഞു സുനിക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ബഷീറിക്കയും ലാലും എല്ലാവരും ചെയ്തോളും. പിന്നെ ജയിലിൽ നിന്ന് ഫോൺ ചെയ്യുമ്പോഴായാലും ലെറ്റർ എഴുതുമ്പോഴായാലും ഭീഷണിയുടെ സ്വരം ഉണ്ടാകരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ആദർശേനെയും ആ പുണ്യനെയും വിളിക്കുമ്പോൾ ഇതിങ്ങനെ എടുത്തു പറയണ്ടേ. ഇപ്പോഴൊന്നും എനിക്ക് കാര്യങ്ങൾ മനസ്സിലാകണ്ടായിരുന്നില്ല എന്തിനുള്ള ഇതായിരുന്നു. ശരി, ഇവരിപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത് എന്തിനുള്ള ഇതായിരുന്നു എന്നുള്ളത്. ഇതൊക്കെ ഇവന്റെ മുന്നിൽ വെച്ച് ഓപ്പൺ ആയിട്ട് ഇവർ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ് കേട്ടോ. ഇത് മാർട്ടിൻ പ്രത്യേകം കേൾക്കെ തന്നെ നടിയും പൾസർ സുനിയും കൂടി ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. മാർട്ടിനോട് നടി പറയുന്നത് എന്താണ്? നീ പോലീസിന് കൊണ്ടുപോയി കീഴടങ്ങ്, എന്നിട്ട് അവിടുന്ന് നീ ദിലീപിനും നാദർശക്കൊക്കെ കത്തെഴുത്, അങ്ങനെ ദിലീപിനെ കൊടുക്കുന്നുള്ള രീതി. അങ്ങനെ സ്വമേധയ പൾസർ സുനി ഒരു ചാവേറായി മാറുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ മാർട്ടിൻ പറഞ്ഞു വെക്കുന്നത്. ഞാൻ ആലോചിക്കുന്ന അതല്ല, പൾസർ സുനിന്റെ ഒരു ഗതികേടിനെ കുറിച്ചാണ്. ഒരു പെണ്ണിന്റെ അസൂയയും കുശുമ്പും തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്വയം ചാവാറായി മാറുന്നവന് അല്ലേ? ഒരു നടനെ കൊടുക്കാൻ വേണ്ടി പീഡന കേസിലൊക്കെ സ്വമേധയ ജയിലിൽ കിടക്കേണ്ടി വരിക. അത് കിടന്നത് എത്ര കൊല്ലാണ്? 7 കൊല്ലം. അതിനുശേഷം വിചാരണ പൂർത്തിയായിട്ട് പിന്നെയും ജീവപര്യന്ത ശിക്ഷ. ഇതൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരിക. എന്തിനാണ്? ഒരു പെണ്ണിന് ഒരു നടനുള്ള അസൂയും കുശുമ്പും തീർക്കാൻ വേണ്ടിയിട്ട് സ്വയം ചാവേറായി മാറിയതാണ് ആശാനെ. പൾസർ സുനിന്റെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കി നിങ്ങൾ. ഇത്രയും ഗതികെട്ടൊരു മനുഷ്യനെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഒരു പെണ്ണിനെ അസൂയും കുശുമ്പും തീർക്കാൻ വേണ്ടിയിട്ട് സ്വയം ചാവേറായി മാറുന്ന ഒരു മനുഷ്യരെ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഇനി അങ്ങനെ ഒരാളെ കുറിച്ച് കേട്ടിട്ടില്ലെങ്കിൽ കേട്ടോളി. ആ വിശ്വരൂപത്തിന്റെ പേരാണ് പൾസർ സുനി. ഇവൻ കഥ പറഞ്ഞ് എങ്ങോട്ടാണോ പോകുന്നത്. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. എന്റെ ജീവിതത്തിൽ ഇന്നവരെ എന്റെ പേരിൽ ഒരു കേസ് പോലും ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ട് ഒരു കേസ് വന്നേക്കണം. പെറ്റി കേസ് പോലും ഉണ്ടായിട്ടില്ല. പെറ്റി കേസ് പോലും വന്നില്ലല്ലോ. ഇപ്പൊ ഐശ്വര്യമായിട്ട് ഒരു കേസ് വന്നില്ലേ? നീ ജീവിതകാലം മൊത്തം അനുഭവിക്കാനുള്ളത് ഈ കേസിലുണ്ട്. സന്തോഷമായല്ലോ മോനെ. എന്തായാലും നീ ബാക്കി പറ. ഇല്ല, ഇത് കഴിഞ്ഞ് പാലാരിയുടെ പൈപ്പ് ലൈൻ എത്തി കഴിഞ്ഞപ്പോൾ വണ്ടി നിർത്താനോട് പറഞ്ഞു. ഞാൻ വണ്ടി നിർത്തി. സുനി തമ്മിൽ കെട്ടിപ്പിടിച്ചിട്ട് ചുണ്ടോട് ചുണ്ട് ചേർത്ത് കിസ് ചെയ്തിട്ട് അവർ ഇറങ്ങി. എന്നിട്ട് കൈകൊണ്ട് ഒരു ആക്ഷനൊക്കെ ഇങ്ങനെ കാണിച്ചിട്ട് സുനി ഇറങ്ങിപ്പോയി. സുനി ഇറങ്ങി പോണേക്കും എന്നെ പറഞ്ഞു, ഡോർ തുറക്കണേക്കും എന്ന് പറഞ്ഞു. ഈ ഡ്രൈവർ ഒരു പ്രശ്നമാവില്ലോ എന്ന് പറയണം. ശരി, അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ പൾസർ സുനിക്ക് ബോധം വന്നത്. അവിടെ അങ്ങനെ ഒരാളുണ്ട് എന്ന് ചിന്തിച്ചത്. അതുവരെ പൾസർ സുനി വേറെ ഏതോ ലോകത്തായിരുന്നു, വേറെ ഏതൊരു മായാ ലോകത്തായിരുന്നു.
ലൈംഗിക സുഖത്തിൽ ഇങ്ങനെ ആശം മതിമറന്നിരിക്കുകയായിരുന്നു. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി ആ ലൈംഗിക സുഖം വിട്ടിറങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ഇവന് ഡ്രൈവറെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇങ്ങനെ ഒരുത്തൻ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലേ, അങ്ങനെയെങ്കിലും ഇവനെ തട്ടിക്കളയാം എന്ന് പൾസർ സുനി ചിന്തിക്കുന്നത്. ഈ അധോലോക നിയമം അനുസരിച്ച് നമ്മൾ ഗൂഢാലോചന നടത്തുന്ന കാര്യങ്ങൾ മറ്റൊരാൾ കേട്ട് കഴിഞ്ഞാണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അങ്ങ് തട്ടിക്കളയണം അല്ലേ? അതാണല്ലോ അന്താരാഷ്ട്ര ഡോൺ നിയമം എന്ന് പറയുന്നത്. ഇനി അതല്ല എങ്കിൽ വല്ല കള്ളക്കേസിലും കുടുക്കി ജയിലിലിടണം. ഇനി ഇവിടെ ഈ ലാലിന്റെ അധോലോക ടീം എന്താണോ ചെയ്യാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം. പറഞ്ഞു ഒരു പ്രശ്നമില്ല, അവന്റെ കാര്യം ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് അവിടുന്ന് സുനി, പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി പോവാണ്. ഇത് കേസിന് പിടിച്ചു കഴിഞ്ഞപ്പോൾ പൾസർ സുനി എന്നുള്ള വ്യക്തിയാണെന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റിയ. അതെ, അതുവരെ പൾസർ സുനി ആരാന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. കേസിൽ പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് അവന് പൾസർ സുനിനെ കുറിച്ച് എല്ലാം അറിയുന്നത്. എന്തൊക്കെ കേൾക്കണം പഠിച്ചോനെ, നീ ബാക്കി പറഞ്ഞതായിരുന്നു. ഇത് കഴിഞ്ഞ് ഒരു പൾസർ സുനി ഇറങ്ങിപ്പോയതിനു ശേഷം എന്നോട് പറഞ്ഞു നേരെ ലാലേന്റെ വീട്ടിലേക്ക് വണ്ടി വിടാൻ പറയാണ്. ഞാൻ പറഞ്ഞതനുസരിച്ച് ലാലിന്റെ വീട്ടിലേക്ക് വണ്ടി വിട്ടു. പോണ വഴിക്ക് നടിയെന്നോട് പറഞ്ഞു, മാർട്ടി ഇപ്പം നടന്നതും കണ്ടതുമായ ഒരു കാര്യം നീ ആരോടും പറയാൻ നിൽക്കണ്ട. എന്നെക്കാളും വലിയ ശക്തികളാണ് അവര്. ഭരണപക്ഷത്തായാലും എല്ലാ രീതിയിലും നല്ല അധികാര കേന്ദ്രത്തിലിരിക്കുന്നവരായിരിക്കും നല്ല ബന്ധത്തിലാണ്. നീ ലാലേന്റെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ ലാലേട്ടൻ എന്താ പറയണേ അതനുസരിച്ച് കേട്ടാൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. പിന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ മാറ്റി നിന്റെ വീട്ടുകാർക്കും നിനക്ക് ഉൾപ്പെടെ ബുദ്ധിമുട്ടുകളാണ്. നീ ഒരു കാര്യം ആരോടും പറയണ്ട. അവിടെ ചെന്ന് കഴിയുമ്പോൾ ലാലേട്ടൻ എന്താ പറയുന്നത് അതനുസരിച്ച് കേട്ടാൽ മതി. മാർട്ടിന്റെ ഫോൺ ഇതങ്ങോട്ട് പോയി എന്ന് വിചാരിച്ചേക്കാൻ പറഞ്ഞു, ലാലേണ്ണ ഏൽപ്പിച്ചേക്കാൻ അങ്ങനെയും പറഞ്ഞു. അതിന്റെ ഇടയിൽ ശരി, അതിന്റെ ഇടയിൽ അങ്ങനെയും പറഞ്ഞില്ലേ. എന്തായാലും ആ ഫോണെങ്കിലും നടിക്ക് മാർട്ടിന് തിരിച്ചു കൊടുക്കാമായിരുന്നു. പാവുണ്ട് മാർട്ടിന്. എത്ര ആശിച്ച് മോഹിച്ചെടുത്ത ഫോണായിരിക്കും അല്ലേ? ആ ഫോണാണ് അവന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് വാങ്ങിയിട്ട് അധോലോക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നടി ഉപയോഗിച്ചത്. അല്ലെങ്കിലും ഈ നടിയുടെയും ലാലിന്റെയും അധോലോക ടീംസിന്റെ ഗതികേടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവർക്ക് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഫോൺ വേണമെങ്കിൽ അതിന് ഡ്രൈവറിന്റെ ഫോൺ തന്നെ വേണം. എന്തൊരു ഗതികെട്ട അധോലോകാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. കഷ്ടം തന്നെ കേട്ടോ. ബാക്കി പറഞ്ഞാട്ട് എന്തായാലും. ഇത് കഴിഞ്ഞ് നടി ഞാൻ ലാലിന്റെ വീട്ടിലേക്ക് വണ്ടി ഗേറ്റിന്റെ അവിടെ എത്തി കഴിഞ്ഞപ്പോൾ വണ്ടി കുറച്ചുകൂടി അവിടെ കയറ്റിട്ട് പറഞ്ഞു, വണ്ടി നിർത്താൻ പറഞ്ഞു. നിർത്തി പറഞ്ഞു ഗവൺമെന്റിൽ ഒരു കാര്യം ആരോടും പറയണ്ട. മാറ്റി എവിടെയായിരുന്നാലും അവരുടെ ശ്രദ്ധ ഉണ്ടാവും മാറ്റിന്റെ മേലെ, അതുകൊണ്ട് ഒന്നും ആരോടും പറയണ്ട. പിന്നെ ലാലേട്ടൻ എന്താ പറയുന്നത് അതനുസരിച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം മതി എന്ന് പറഞ്ഞു. എന്നിട്ട് വണ്ടി ഉള്ളിൽ കയറ്റിടാൻ പറഞ്ഞു. സിറ്റൗട്ടിലേക്ക് വണ്ടി കയറ്റിട്ടു. വണ്ടി കയറ്റിട്ടുന്നപ്പോൾ ലാല് ഡോറിന്റെ ഫ്രണ്ടിൽ നിൽക്കണ്ടായിരുന്നു. ഡോറ് ഇങ്ങനെ പുറത്തുനിന്ന് ക്ലോസ് ചെയ്തിട്ട് പുറത്ത് പകുതി തുറന്നിട്ടിട്ട് കണ്ടുവഴി പിടിച്ചെന്ന് ലാലിനെ കെട്ടിപ്പിടിച്ച് അവര് അങ്ങനെ ചെറുതായിട്ട് ഹഗ്ഗൊക്കെ ചെയ്ത് ഉമ്മയൊക്കെ വെച്ചൊന്നും കവളത്തെ ശ്രദ്ധിച്ചില്ല. ശരി, നീ അതൊക്കെ ശ്രദ്ധിക്കേണ്ട മോനെ. ഇവിടെ പൾസർ സുനി നടയും തമ്മിൽ ലിപ് ലോക്ക് ചെയ്തെന്ന് ശ്രദ്ധിച്ചു, പക്ഷെ ലാലിനെ കെട്ടിപ്പിടിച്ച് കവളത്ത് ഉമ്മ കൊടുത്തെന്ന് നീ ശ്രദ്ധിച്ചില്ല. അത് മോശമായി പോയി കേട്ടോ. നീ ശ്രദ്ധിക്കുമ്പോൾ എല്ലാം ശ്രദ്ധിക്കേണ്ട മോനെ. അപ്പോൾ ഞാൻ ആകെ ടെൻഷനിലായിരുന്നത് എന്താണെന്നൊന്നും മനസ്സിലാകണില്ല. അത് ഇനി ലാല് വീണ്ടും ഉള്ളിൽ കയറ്റിട്ട് ഡോർ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ അടുത്തേക്ക് വന്നിട്ട് മാർട്ടിൻ ഇങ്ങനെ ഇറങ്ങി വരാൻ പറഞ്ഞു. ഞാൻ ഇറങ്ങി ചെന്ന വഴി പറഞ്ഞു, മാർട്ടിൻ ഇപ്പൊ കണ്ടതും കേട്ടതുമായ ഒരു കാര്യം ആരോടും പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റിനെ ഞാൻ കൊന്നു കളയും, ഒരു തെളിവ് പോലും ഇല്ലാണ്ട് നശിപ്പിച്ച് കളയും, വീട്ടുകാരെയും ഞാൻ ഉപദ്രവിക്കും. അത് നീ മറക്കണ്ട. നീ എവിടെയായിരുന്നാലും എൻ്റെ ആൾക്കാർ നിന്നെ വാച്ച് ചെയ്യാനുണ്ടാവും. അതുകൊണ്ട് നീ ഒരു കാര്യം ആരോടും പറയണ്ട. പിന്നെ ആരെന്ത് ചോദിച്ചാലും നടൻ ദിലീപും കാവ്യ മാധവനും ഒരു ഹോട്ടൽ റൂമിൽ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ നടി കണ്ടു. ഈ വിവരം ദിലീപിന്റെ ഭാര്യ മഞ്ജു വാര്യരെ വിളിച്ചറിയിച്ചു. ഇതുള്ള വ്യക്തിവൈരാഗ്യം കാരണം ദിലീപിനോട് വൈരാഗ്യമായി. ഈ വൈരാഗ്യത്തിന്റെ പുറത്ത് എന്നെ ഉപദ്രവിക്കാൻ ദിലീപ് പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തിക്ക് കൊട്ടേഷൻ കൊടുത്തിരുന്നു മാത്രം നീ പറഞ്ഞേക്കാം. വേറെ ഒരു കാര്യം നീ പറയണ്ട. എല്ലായിടത്തും എൻ്റെ ആൾക്കാരുണ്ട്. നീ നിന്റെ വായന്ന് വീണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ആൾക്കാരുണ്ടാവും. പിന്നെ എല്ലാ കാര്യവും ഞാൻ പറയുമ്പോൾ മതി. വേറെ ഒരു ആരെന്ത് ചോദിച്ചാലും ഇത് മാത്രം പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് അവിടെ എന്നെ മാറ്റി വെച്ചിട്ട് കഴുത്തിന് പിടിച്ചിട്ട് എന്നെ 2 കുലുക്കിട്ട് പറഞ്ഞു കേട്ടാ എന്നൊക്കെ പറഞ്ഞ് കുറേ ഭീഷണിപ്പെടുത്തി. ആളുകൊണ്ടും ആൾബലം കൊണ്ടും പൈസയും കൊണ്ടുള്ള സ്വാധീനം എനിക്കുണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗുകൾ പുള്ളി അടിച്ചായിരുന്നു. സ്മോൾ വെച്ചിട്ടുണ്ടായിരുന്നു. സ്മോളിന്റെ മണം ഉണ്ടായിരുന്നു പുള്ളിയുടെ വായന. ശരി, ഇതിനൊക്കെ വല്ല ആവശ്യം ലാലിനുണ്ടായിരുന്നു? ഇവരുടെ ഈ അധോലോകത്തെ കുറിച്ച് അറിയാവുന്ന ഏതെങ്കിലും ഒരുത്തിനെ പിടിച്ച് നടിയുടെ ഡ്രൈവറാക്കിയാൽ പോരായിരുന്നു? അങ്ങനെയെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നമേ വരില്ലായിരുന്നു. ഇങ്ങനെ ഭീഷണിപ്പെടുത്തേണ്ട ആവശ്യമേ ലാലിന് വരില്ലായിരുന്നു. ഓരോ സമയത്താണല്ലോ നമുക്ക് ഓരോ ബുദ്ധി ഉദിക്കാം. ലാലിന് ആ സമയത്താകുമ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധി ഉദിച്ചില്ലെന്ന് തോന്നുന്നു. എന്തായാലും ബാക്കി പറഞ്ഞോട്ടെ. 3 വെള്ള പേപ്പർ പിടിച്ചു ഇത് നീ എന്റെ ലക്ഷങ്ങളൊക്കെ ലീവാന്ന് പറഞ്ഞിട്ട് അപ്പോഴും ഞാൻ ചോദിച്ചു സാധനം അപ്പൊ തന്നെ മോബിൽ അടിച്ചു. പിന്നെ കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു 5 മിനിറ്റോളം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവിടെ പ്രൊഡ്യൂസർ ആൻഡ്രോ ജോസഫും വേറെ 3-4 പേര് അവിടെ ഉണ്ടായിരുന്നു. ആരൊക്കെയാണെന്ന് എനിക്ക് വ്യക്തമല്ല. കണ്ടു കഴിഞ്ഞാൽ എനിക്കറിയാം. ഒരു 3-4 മിനിറ്റിന് ശേഷം ലാലി ഫോൺ എടുത്ത് DGP ലോകനാഥ് ബെഹ്റയെ വിളിച്ചിട്ട് സാറേ ആ ഡ്രൈവർ വേനും ഇവിടെ ഉണ്ടെന്ന് മാത്രം പറയണേ, ഞാൻ കേട്ടായിരുന്നു കുറച്ച് നീങ്ങിന്ന്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞപ്പോൾ അവിടെ യതീഷ് ചന്ദ്ര എന്ന് പറഞ്ഞ അസിസ്റ്റന്റ് കമ്മീഷണർ അങ്ങാണ്ടായിരുന്നു പുള്ളി. അന്ന് വന്നിട്ട് വണ്ടി ഇന്നോവയിലെ വന്നായിരുന്നു, യൂണിഫോമൊന്നും ഇല്ലാണ്ട് വന്ന് എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് ചോദിച്ചു എന്താണ് മാറ്റി സംഭവിച്ചത്, എന്താണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. പുള്ളി ഇതൊന്നും ക്ലിയർ അല്ല മാറ്റിൻ്റെ ഫോൺ എവിടെയാണെന്ന് നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ ഫോൺ അടിയിട്ടില്ല. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ അവർ പുള്ളി അത് വിശ്വസിക്കാത്ത രീതിയിൽ മാറ്റിക്കൊണ്ട് വന്നേ മാറ്റിൻ്റെ ഒരു മൊഴി എടുത്തിട്ട് വിട്ടേക്കാന്ന് പറഞ്ഞു. അന്നേ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ പാളാണ്ട് കിടക്കാൻ എനിക്ക് ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ എടുത്തേക്കണം ഓട്ടോ ഉണ്ടെന്ന്. ഞാൻ അന്ന് രാത്രി ഞാൻ പോകാനിരുന്നതല്ല. അങ്ങനെ പറഞ്ഞു പുള്ളി പറഞ്ഞു മാറ്റിൻ്റെ മൊഴി മാത്രം വെറുതെ എഴുതിയെടുക്കുള്ളൂ, എന്നിട്ട് മാറ്റിനെ വിട്ടേക്കാന്നും പറഞ്ഞു. അങ്ങനെ തൃക്കാക്കര സ്റ്റേഷനിലേക്ക് എന്നെ കൊണ്ടുപോകണേ. അവിടെ ഇരുത്തി കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ജീപ്പിൽ കയറ്റിയിട്ട് പുള്ളിയുടെ ഇന്നോവയിൽ വണ്ടിയിൽ കയറ്റിയിട്ട് ലാലിൻ്റെ വീടിൻ്റെ പടി വരെ ആക്കി കഴിഞ്ഞപ്പോൾ അവിടെ വേറെ പോലീസ് ജീപ്പ് വന്നു. അവിടെ നിന്ന് തന്നെ അവരുടെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി തൃക്കാക്കര സ്റ്റേഷനാണെന്ന് തോന്നുന്നത്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അവിടെ കൊണ്ടുപോയി ഇരുത്തി രാത്രി സെല്ലൊക്കെ അടച്ചു വിട്ടിട്ട്
ഒരു 3 പേര് വന്നായിരുന്നു. അവരെന്നെ ഒരു റൂമിലേക്ക് മാറ്റി കൊണ്ടുപോയിട്ട് പറഞ്ഞു എനിക്ക് മുഖങ്ങൾ കണ്ടറിയാം, പേരുകൾ അറിയില്ല, യൂണിഫോം ഒന്നും ഉണ്ടായില്ല, എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു ഉപദ്രവിക്കുന്ന ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാല് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ടല്ലോ, വെറുതെ അവരായിട്ട് മുട്ടാണ് നിൽക്കേണ്ട, അവർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ അനുസരിച്ചേക്കാം, അവർ മേളിലൊക്കെ നല്ല പിടിപാടുള്ളവരാണ്, വെറുതെ ജീവൻ കളയാൻ നിൽക്കണ്ട, എവിടെയായിരുന്നല്ലോ അവരുടെ ആൾക്കാരെ എല്ലായിടത്തും. അതും പറഞ്ഞ് ഒരുപാട് ഉപദ്രവിച്ചു. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഉപദ്രവിച്ചു. എന്നെ നാഭി തുടങ്ങി എല്ലായിടത്തും നല്ല രീതിയിൽ എന്നെ ഉപദ്രവിച്ചു. അതായത് അവരതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് ചതവ് മാത്രം വന്നാൽ മതി, പാടുകൾ വരെടുത്ത് വെളുത്ത ശരീരമായതുകൊണ്ട് കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ എനിക്ക് അറിയില്ല എന്താ കാര്യങ്ങളൊന്നും, കോടതി പോലും പറയാനുള്ള ഒരു ഇത് എനിക്ക് അറിയില്ലായിരുന്നു. കേസ് എൻ്റെ പേരിൽ ആദ്യമായിട്ട് കോടതിയിൽ ഹാജരാക്കുമ്പോൾ പാടൊന്നും കാണരുത്, മെഡിക്കലിൽ കൊണ്ടുപോകുമ്പോൾ ഉള്ളിൽ ചട്ട കിടാവുന്ന രീതിയിൽ നല്ല ഇത് കൊടുക്കാൻ പറയേണ്ട ഒരു 3 പേര് ഇരുന്ന്. പിന്നെ നീ അവർ പറഞ്ഞു ലാല് പറഞ്ഞതനുസരിച്ച് ചെയ്തേക്കാം, മെനക്കെടുത്തരുത്, ഞങ്ങളുടെ കൈക്ക് പണി ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഭീഷണിപ്പെടുത്തി. അവിടെ നിന്ന് പിന്നെ എന്നെ വേറെ കാറിൽ അവിടെ നിന്ന് തന്നെ കാറിൽ മുഖത്തും അപ്പോഴത്തെ ഈ മുഖത്തും കൂടിയിട്ടായിരുന്നു, കയ്യിൽ വിലങ്ങും വെച്ചിട്ടുണ്ടായിരുന്നു, കയ്യിൽ പിറകിലേക്ക് കെട്ടിയ വിലങ്ങ് വെച്ചാർന്നു തോന്നുന്നത്. അത് കഴിഞ്ഞ് എന്നെ ആലുവയിലൊരു AV ജോർജ് എന്ന് പറഞ്ഞ ഒരു DSP കമ്മീഷണർ എനിക്ക് അറിയില്ല, ആളുടെ ഓഫീസിലും ഉണ്ടായി. അവിടെ നിന്ന് എന്നെ വേറൊരു വീട്ടിലേക്കും ഉണ്ടായിരുന്നു. ഈ വീട്ടിലിട്ടും ഒരുപാട് എന്നെ ഉപദ്രവിച്ചു. കുറേ കാര്യങ്ങൾ എന്നോട് ഇങ്ങനെ തന്നെ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, ദിലീപ് വന്ന കൊട്ടേഷൻ എന്ന് മാത്രം വന്നേക്കാം. അവിടെ ഒരുപാട് ഉപദ്രവിച്ച ഉദ്യോഗസ്ഥരല്ല, 4 പേര് 3 പേര് ഇടയ്ക്കിടയ്ക്ക് മാറി വന്ന് എന്നെ ഒരുപാട് ഉപദ്രവിച്ചു എന്ന് പറഞ്ഞത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിൽ ഉപദ്രവിച്ചു. എൻ്റെ ഈ വിരൽ ഇപ്പോഴും ഭയങ്കര ബെൻഡായിട്ടിരിക്കണം. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇന്റേണൽ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ ഇതുവരെ ഹോസ്പിറ്റലിൽ പോലും പോയിട്ടില്ല. ഇപ്പം ഇറങ്ങിയിട്ട് 1.5 മാസം 2 മാസത്തോളമായി. ഇപ്പോൾ സഹായിക്കാനും കാര്യങ്ങളൊന്നും ഒരാളില്ല. ഈ യഥാർത്ഥ സത്യങ്ങൾ എനിക്ക് പുറത്തറിയിക്കണമെന്നുണ്ട്. ഇത് കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ അവിടെ നിന്ന് റിമാൻഡ് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുപാട് നാൾ മനസ്സിലിട്ട് ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് അങ്കമാലി കോടതിയിൽ ഞാൻ ആദ്യം മൊഴി കൊടുക്കാൻ പോയി. അന്ന് ലാലിൻ്റെ ഈ പറഞ്ഞ പ്രൊഡ്യൂസർ അല്ല ഫിനാൻസ് മാനേജർ പറഞ്ഞ ജോസേനും അവരുടെ കൂടെയുള്ള കുറച്ച് പേരുണ്ട്. എന്തും ലാലിൻ്റെ എന്താ പറയുക എന്തെങ്കിലും കാര്യങ്ങൾക്ക് ഗുണ്ടായിസും കാര്യങ്ങളൊക്കെ കാണിക്കാൻ നടക്കുന്ന കുറച്ച് പിള്ളേരുണ്ട്. കഞ്ചാവും കാര്യങ്ങളൊക്കെ അടിച്ചിട്ട് ഒരുപാട് ഒരു 10-15 പിള്ളേരോളുണ്ട്. എപ്പോഴും വണ്ടിയിൽ 3-4 വണ്ടിയായിട്ട് നടക്കുന്നത്. ഇവരൊക്കെ അന്ന് അങ്കമാലി കോടതിയിൽ വന്നായിരുന്നു. അവരൊക്കെ അവിടെ നിന്ന് ഭീഷണിപ്പെടുത്തായിരുന്നു. അന്ന് എനിക്ക് കേസിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേസായതുകൊണ്ട് എങ്ങനെ പ്രതികരിക്കണം അല്ലെങ്കിൽ എങ്ങനെ സംസാരിക്കണം അറിയില്ല. ഇവരെ കണ്ടപ്പോഴും പിന്നെ പോലീസുകാരുടെ ഡയലോഗ് ഉണ്ടായി, മാധ്യമങ്ങളുണ്ട് ഒരു കാര്യം നീ പറയാൻ നിൽക്കണ്ട, ഇതാണ് ബാക്കി സുനി നടത്തിക്കോളും, നീ ഒന്നും മാധ്യമങ്ങളോട് സംസാരിക്കാൻ നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരുടെ ഭാഗത്തുനിന്നും ഇവരിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. 10-15 പേര്. അപ്പം എൻ്റെ അപ്പച്ചനും അമ്മയും വന്ന് അവിടെ നിൽക്കുന്നുണ്ട്. ഇനി അവരെ ഉപദ്രവിക്കുകയോ എന്നുള്ള പേടികളൊക്കെ എനിക്കുണ്ടായി. ഞാൻ അതുകൊണ്ട് ഒന്നും വേണ്ടിയില്ല. ഇത് കഴിഞ്ഞ് കോടതിയിൽ എനിക്ക് ബഹുമാനോടെ കോടതി മുമ്പാകെ രഹസ്യമായിട്ട് മറ്റാരും കേൾക്കാതെ പറയാനുണ്ട്, എൻ്റെ ജീവന് ഭീഷണിയുണ്ട്, ലാലിൻ്റെ അടുത്തുനിന്നും നടൻ ലാലിൻ്റെ അടുത്ത് എൻ്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കോടതിയിൽ സങ്കടം പറഞ്ഞു. കോടതി പറഞ്ഞു എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് മറ്റാരും കേൾക്കാതെ ബഹുമാനോട് കോടതി മുമ്പാകെ പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പച്ചനെയും എൻ്റെ കേസ് എടുത്താൽ ആദ്യത്തെ വക്കീലിനെയും മാത്രം ഇട്ടുകൊണ്ട് അങ്കമാലി കോടതിയിലെ ഷട്ടർ അടച്ചുകൊണ്ട് പറയാനുള്ളത് പറയാൻ പറഞ്ഞു. ഞാനപ്പോൾ ഈ സത്യസന്ധമായ ഈ കാര്യങ്ങൾ എല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് കോടതി പറഞ്ഞു ഇത് എഴുതി തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എഴുതി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെ മണിക്കൂറുകളോടെ അവിടെ ഇരുത്തി എഴുതിയെടുത്തു. ജയിലിൽ നിന്ന് നേരിട്ട് കൊണ്ടുവന്ന് എഴുതിയെടുത്തതിന് ശേഷം എനിക്ക് ജയിലിൽ ഭയങ്കര സുരക്ഷ ഏർപ്പാടാക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇറങ്ങണ വരെ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ വിചാരണ കോടതി ഇപ്പം കുറ്റപത്രം കൊടുത്താലും ഇപ്പം മജിസ്ട്രേറ്റ് കോടതിക്ക് ഇടപെടുന്നതിന് പരിധിയുണ്ട്. ഇത് വിചാരണ കോടതിയാണ് ഇതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കണം. ഇത് കേസിൻ്റെ മെറിറ്റ് ഭാഗങ്ങളാണ്. മാറ്റി വക്കീലിനെ കൊണ്ട് അവിടെ പറയിപ്പിച്ചാൽ മതി. ഈ കാര്യങ്ങൾ ഞാൻ സീൽ വെച്ച കവറിൽ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യാമെന്ന്. ശരി. അപ്പൊ ലാലിന് അധോലോക ടീം നമ്മൾ വിചാരിച്ച പോലെയല്ല, ബഡാ ടീംസ് എന്നാണ് ഇവിടെ മാർട്ടിൻ പറഞ്ഞു വെക്കുന്നത് അല്ലെ. മാർട്ടിനെ വാച്ച് ചെയ്യാനായിട്ട് തന്നെ ഒരു സംഘത്തിനെ ലാലിൻ നിയോഗിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് മാർട്ടിൻ തട്ടിവിടുന്നത്. ഇത്രയും ഗതികെട്ട ഒരു അധോലോക നായകൻ അല്ലെ. ഞാൻ ആലോചിക്കുന്നതല്ലേ, ഇത്രയും വലിയൊരു ഓപ്പറേഷനിൽ ഇവരെന്തിനാണ് കഷ്ടപ്പെട്ട് മാർട്ടിനെ വലിച്ചേച്ച് കൊണ്ടുപോയിട്ടത് എന്നുള്ളതാണ്. അതെനിക്ക് എത്ര ആലോചിച്ചിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. എന്തായാലും സ്ക്രിപ്റ്റ് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ഡെവലപ്പ് ആവാനുണ്ട് കേട്ടോ. എവിടേക്കോ ചില ഭാഗങ്ങൾ കൺവിൻസ് ആകാത്ത പോലെ. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. അതിന്റെ കോപ്പി വക്കീലിന് കൊടുക്കാന്ന് പറഞ്ഞത് കിട്ടിയില്ലെന്നൊന്നും എനിക്കറിയില്ല. ഈ സാധനം ഇപ്പൊ പൂഴ്ത്തി വെച്ചേക്കണം അവര്. യഥാർത്ഥത്തിൽ ദിലീപ് അറസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ദിലീപ് എന്നുള്ള നടനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കേസാണിത് എന്നുള്ളത്. ഇതാണ് യഥാർത്ഥ സത്യങ്ങൾ. ഇതെനിക്ക് പൊതുസമൂഹത്തിനെയും ബഹുമാനോട്ട് കോടതി മുമ്പാകെ ദിലീപേട്ടനെ അറിയിക്കണമെന്നുണ്ട്. ഒരു നിവർത്തിയില്ല. ശരി. അപ്പൊ നീ ഇതുവരെ ദിലീപേട്ടനെ അറിയിച്ചില്ലേ? ഇത് നല്ല കഥ കേട്ടോ. ഇത്രയും വലിയ ഗൂഢാലോചനയും പ്ലാനിങ്ങും നടന്നപ്പോ നീ ആദ്യം ഇത് അറിയിക്കേണ്ടത് ദിലീപേട്ടനല്ലേ. ദിലീപേട്ടൻ പറന്നു വന്ന് നിന്നെ രക്ഷിക്കില്ലായിരുന്നോ സിനിമയിലൊക്കെ കാണുന്ന പോലെ? ചേടാ ഇത് ഭയങ്കര മോശമായി പോയി കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് വൈകിപ്പോയി. നിനക്ക് ഇതേ ആദ്യമേ ദിലീപേട്ടനെ അറിയിക്കായിരുന്നു. എന്തായാലും ഇത് ദിലീപേട്ടനെ അറിയിക്കാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യേണ്ടി വന്ന നിന്റെ ഒരു ഗതികേടിനെ കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത്. ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പെങ്കിലും നിനക്കൊന്ന് ഫോൺ വിളിച്ച് ദിലീപേട്ടനെ അറിയിക്കായിരുന്നു. അല്ല ഇതൊക്കെ ഇപ്പം പറയുമ്പോഴും ഇവ വിചാരിക്കണം എന്താ ജനങ്ങളെ പൊട്ടന്മാരാണെന്നോ അല്ല അറിയാത്തോണ്ട് ചോദിക്കുക. ഇത്രയും വലിയ സംഭവ വികാസങ്ങൾ അവിടെ നടന്നിട്ടും ഇവനിതൊന്നും ദിലീപേട്ടനെ അറിയിക്കാൻ സമയം കിട്ടിയില്ല പോലും. എന്തായാലും മോ കഥ ബാക്കി പറഞ്ഞാട്ടെ. ഇനി എന്റെ ജീവനെ എന്ത് സംഭവിച്ചാലും അതിന്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം നടൻ ലാലിനും ശ്രീകുമാർ മേനോനും മഞ്ജു വാര്യർക്കും രമ്യ നമ്പീശനും ആയിരിക്കും. മാർട്ടിൻ എങ്ങനെയാണ് ലാലുമായിട്ട് പരിചയമായത്? നടൻ ലാലിന്റെ കൂടെ ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റൊക്കെ ആയിട്ട് വർക്ക് ചെയ്ത സിനിമാ ഫീൽഡിൽ പോകാറുണ്ടായിരുന്നു. അവിടെ നിന്ന് ലാൽ ക്രിയേഷനിലെ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറും സംസാരിക്കാറുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു ഡ്രൈവറായിട്ട് വരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ജോലി ഇല്ലാത്തപ്പോൾ അതിൻ്റെ സമയത്ത് ഞാൻ പാർട്ട് ടൈം പഠിക്കാനും ജോലിയായിട്ട് പോകുമായിരുന്നു. അങ്ങനെ പോയി പരിചയം കഴിഞ്ഞപ്പോൾ എന്നെ വീട്ടിലെ പേഴ്സണൽ ഡ്രൈവറും കാര്യങ്ങളും 4 വർഷത്തോളം നടൻ ലാലിന്റെ കൂടെ. ശരി, 4 വർഷത്തോളം നടൻ ലാലിന്റെ കൂടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്തു എന്നതാണ് മാർട്ടിൻ പറഞ്ഞു വെക്കുന്നത് അല്ലേ. എത്രയാണ്
4 വർഷം. ഇനി ഇതേ മാർട്ടിനെ കുറിച്ച് നടി ആക്രമിക്കപ്പെട്ട ദിവസം രാത്രി മാർട്ടിനെ കണ്ടതിനെ കുറിച്ച് ലാല് മാധ്യമങ്ങളോട് കുറച്ച് ദിവസം മുമ്പേ ഒന്ന് വിവരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ലാല് മാർട്ടിനെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേട്ടോക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വശത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ, ഈ കേസ് തെളിയിക്കാൻ വേണ്ടിയിട്ട് എന്റെ വശത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാണോ അതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അന്ന് ആ കുട്ടി വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം ബെഹ്റ സാറിനെ ഫോൺ ചെയ്ത് ഇവർ അറിയിക്കുന്നത് ഞാനാണ്. അല്ലാതെ അത് പി ടി തോമസ് ഒന്നുമല്ല, ഞാനാണ് വിളിച്ചു പറഞ്ഞത്. അതിനൊക്കെ ശേഷമാണ് പി ടി തോമസും കാര്യങ്ങളൊക്കെ വന്നത്. അതുപോലെ തന്നെ ഇടയ്ക്കെപ്പോഴോ പി ടി തോമസ് സാറ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവറെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കണം, അവന് നല്ല പെയിനുണ്ട് അല്ലെങ്കിൽ കുഴപ്പമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞത് നിൽക്കട്ടെ, എനിക്ക് അവന് സംശയമുണ്ട്, എന്തോ അവന്റെ അഭിനയം ശരിയല്ല, ഞാൻ നടനായതുകൊണ്ടോ എന്താണെന്ന് അറിയില്ല, അഭിനയം ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ പറയുകയുണ്ടായി. അതിനുശേഷമാണ് ഒരു നോർത്ത് ഇന്ത്യൻ ഓഫീസർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോടും പറഞ്ഞപ്പോഴാണ് അവനെ വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയത്. അത് ഞാൻ ചെയ്തൊരു വലിയ കാര്യമാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം അതിൽ നിന്നായിരുന്നു എല്ലാ കാര്യങ്ങളുടെയും തുടക്കം. അതിനുശേഷം പിന്നെ കോടതിയിലും പ്രോസിക്യൂഷനോടൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും, ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കുടുംബത്തിലെ എല്ലാ വ്യക്തികളും കൃത്യമായിട്ട് ഒരു ചെറിയ സമയം പോലും തെറ്റാതെ അറിയിച്ചിട്ടുണ്ട്. ഇതാണ് നടി ആക്രമിക്കപ്പെട്ട ദിവസം മാർട്ടിനെ കണ്ടതിനെ കുറിച്ച് ലാല് പറയുന്നത്. ലാലിനെ സംബന്ധിച്ചിടത്തോളം മാർട്ടിൻ എന്ന് പറയുന്ന ഡ്രൈവർ ഒരു മുൻപരിചയമുള്ള വ്യക്തിയാണെങ്കിൽ, 4 കൊല്ലം തനിക്ക് വേണ്ടി ജോലി ചെയ്ത വ്യക്തിയാണെങ്കിൽ ഈ രീതിയിലായിരിക്കില്ല സംസാരിക്കുക, അല്ലെ? ഇതേതോ മുൻപരിചയമില്ലാത്ത ഒരാളുടെ അഭിനയം കണ്ട് അയാളെ പോലീസിന് പിടിച്ചു കൊടുത്തു എന്നുള്ള രീതിയിലാണ് ലാല് പറഞ്ഞു വെക്കുന്നത്. ലാലിന് ഈ സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ പറയുന്ന മാർട്ടിനും ലാലും തമ്മിൽ ഒരു മുൻപരിചയവും ഇല്ല എന്നുള്ളത്. മാർട്ടിനെ അങ്ങോട്ട് തട്ടി വീടാണ് സംഭവം. ഇവിടെ ലാല് പറഞ്ഞത് ശരിയാണെങ്കിൽ മാർട്ടിനെ ആദ്യം കുടിക്കിയത് ലാലാണല്ലോ. മാർട്ടിനെ കളി കണ്ട് സംശയം തോന്നിയിട്ടാണല്ലോ പോലീസിനെ വിളിച്ച് പറഞ്ഞപ്പോ മാർട്ടിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി ലാൽ ആവശ്യപ്പെടുന്നത്. ചിലപ്പോൾ അതിന്റെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കും മാർട്ടിൻ ഇങ്ങനെ ഒരു കഥ മെനഞ്ഞെടുത്തത്. എന്തായാലും കൊള്ളാം മാർട്ടിന്, ഈ ബാക്കി പറഞ്ഞാട്ടെ. നടൻലാലിലൂടെ ആ വിശ്വാസത്തിന്റെ പേരിൽ വേറെ എന്തെങ്കിലും ഇതുപോലത്തെ അവിടെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? നടൻലാലിന് ഒരുപാട് ഇല്ലീഗൽ ബിസിനസ്സുകളുണ്ട്. ഒരുപാട് എന്തൊക്കെയാണ്? ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്തു പുറത്ത് പറയാത്ത രീതിയിൽ കുഴപ്പണ ഇടപാടുകളും ഗോൾഡിന്റെ ബിസിനസ്സുകളും ഒരുപാടുണ്ട്. ഒരുപാട് സ്ഥലത്ത് തന്നെ വിട്ടിട്ടുണ്ട്, എയർപോർട്ടിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ വിശ്വസ്തയോടെ കോടികളുടെ സാധനങ്ങളൊക്കെ ഉണ്ട്, വിശ്വസ്തയോടെ ഞാൻ കൊണ്ടുവന്ന് ഏൽപ്പിക്കാറുണ്ട്. അത്രയും വിശ്വാസമായിട്ട് നിന്ന് എന്നെയാണ് ചതിച്ച് ഇത്രയും കൊല്ലം ജയിലിലിട്ടത്. എനിക്ക് യാതൊരു ഉപദ്രവവും അതിനകത്ത് ഉണ്ടായിട്ടില്ല. സത്യസന്ധമായ കാര്യം, ഒരു വീഡിയോ ആരും എടുത്തിട്ടില്ല, ഇല്ല, ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇപ്പൊ ഉണ്ടെന്ന് പറയുന്നത് കോടതി കൊടുത്തേക്കണെന്ന് അവർ പറയുന്നത്, ഇവര് ഗോവയിൽ ഈ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് പൾസർ സുനി ഉൾപ്പെടെ, ലാൽ ഉൾപ്പെടെ, ജീൻ പോൾ ഉൾപ്പെടെ എല്ലാവരും ഇവർ ഒരുമിച്ചുണ്ടായി എന്ന് പറഞ്ഞു. അതിന്റെ മുന്നത്തെ ഒരാഴ്ചകളിൽ ഇതിങ്ങനെ റൂമിൽ വെച്ച് എടുത്തേക്കണമെന്നാണോ എന്നൊരു സംശയമുണ്ട് ആ വീഡിയോകൾ. അല്ലാതെ ഈ പറയുന്ന മാധ്യമങ്ങൾ പറഞ്ഞുണ്ടാക്കുന്ന രീതിയിൽ ഒരു സാധനം ഉണ്ടായി. ഞാൻ ദൃക്സാക്ഷിയാണ്. നടൻ ദിലീപിനെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കേസാണ് 100%. ഇത്രയും ദേഷ്യം വരാൻ കാര്യം അവനെ കല്യാണം കഴിക്കണം എന്തോ ഒരു ഇത് നിൽക്കണം. അതിന്റെ ഇടയ്ക്കാണ് കാവ്യനെ കല്യാണം കഴിച്ചതെന്ന് പറയുന്നത്. പിന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ എന്തോ ഉണ്ടായിന്ന് പറയുന്നത്. പിന്നെ മഞ്ജു വാര്യറിന് ഓട്ടോമാറ്റിക്കലി ദിലീപിനോട് ദേഷ്യം ഉണ്ടായിരുന്നു. പിന്നെ മഞ്ജുവിന് കൈയുണ്ട്. മഞ്ജു വാര്യർ, ദിലീപ്, ശ്രീകുമാർ മേനോൻ എന്ന് പറഞ്ഞ ഡയറക്ടർ, നടൻലാൽ, പിന്നെ ഭരണപക്ഷത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പേരുകൾ പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ എന്റെ ജീവന് തന്നെ ഭീഷണിയായിട്ട് നിൽക്കണം ഞാൻ. ഈ എല്ലാ കാര്യങ്ങളും ഞാൻ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഒറിജിനൽ സത്യസന്ധമായിട്ടെല്ലാം പറഞ്ഞതാണ് അതിൽ അവിടെ എഴുതിയിട്ടുണ്ട്. വിചാരണ കോടതിയിൽ വരുമ്പോൾ താൻ സേഫ് ആവും. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, ആ ഒരു വിശ്വാസം. അതല്ല, വിചാരണ കോടതിയിൽ താൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സത്യം മാത്രമേ പറഞ്ഞു. അത് അവരവിടെ രജിസ്റ്റർ ആയിട്ട് എഴുതിയിട്ടുണ്ടെന്നുള്ളതാണ് തന്റെ വിശ്വാസം. ലാലിന് വേറെ എന്തൊക്കെ വിശേഷം ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട്? ഒരുപാട് അണ്ടർവേൾഡ് ബിസിനസ്സുകളുണ്ട്. അതിന് ദിലീപിനോട് ഇത്രയധികം ദേഷ്യം വരാൻ കാരണം അറിയില്ല. പേഴ്സണൽ വിഷയങ്ങൾ എനിക്ക് അറിയില്ല. അവനെ സഹായിക്കാൻ വേണ്ടി ചെയ്ത ഇവരല്ലേ? ഇവരെല്ലാവരും ദിലീപിനോട് ദേഷ്യമുള്ള വ്യക്തികളെല്ലാവരും കൂടി ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിന്ന് ദിലീപ് വീണ് കഴിഞ്ഞ് പഠിച്ചേക്കണമെന്നാണ് ഈ കേസിൽ കണ്ടേക്കണത്. ഇത്രയും ശരി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ക്യാമറയുടെ ബാക്കിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? ക്യാമറയുടെ ബാക്കിൽ നിന്നും ഒരാൾ എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കുന്നു, മാർട്ടിൻ അതിന് മറുപടി പറയുന്നു. വളരെ പേടിച്ചുകൊണ്ടാണ് മറുപടി പറയുന്നത്, അല്ലേ? അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും പേടിപ്പിച്ചവനെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചതാന്നുള്ളത്. എന്തായാലും മാർട്ടിന് നിന്റെ കഥ കൊള്ളാം, നമുക്കൊരു സിനിമ പോലെയൊക്കെ കേട്ടിരിക്കാം. പക്ഷെ നിന്റെ ഈ കഥ ആരും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ലേ. ഇവൻ ദിലീപ് സപ്പോർട്ടർ പോലും വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നില്ല. അമ്മാതിരി ഓരോന്നാണ് ഈ തട്ടി വിടുന്നത്. ഒരു കഥ പറയുമ്പോൾ കുറച്ചെങ്കിലും ഒന്ന് ലോജിക്കോടെ പറയാൻ ശ്രമിക്കുക കേട്ടോ. കാരണം കേൾക്കുന്ന എല്ലാവരും മണ്ടന്മാരല്ല എന്ന് ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്കി. അങ്ങോട്ട് തട്ടി വിട എന്നെ അങ്ങോട്ട് ഒരു കഥ. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കാവോ? എന്തായാലും കൊള്ളാം, മൊത്തത്തിൽ കോമഡി ആയിട്ടുണ്ട്. എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.